ഓക്കെ. സോ ഇപ്പോൾ ഇത് ഒരു അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം വരുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ. ഇതിലെന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? എ മോട്ടർ ബോട്ട് whose speed is 20 km/h in still water takes 1 hour more to go 48 km upstream than to return downstream to the same spot. Find the speed of the stream. ഇതിൽ നമുക്ക് എന്താണ് നമുക്കറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മോട്ടർ ബോട്ട് ഉണ്ട്, അതിൻ്റെ സ്പീഡ് 20 km/h ആണ് അല്ലേ? ഓക്കെ, അത് വെള്ളത്തിലുണ്ടാകുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 20 km/h ആണ്. പിന്നെയോ ആ മോട്ടർ ബോട്ട് 1 hour ടേക്സ് 1 hour more to go 48 km upstream എന്ന് വെച്ചാൽ എന്താണ്? ജസ്റ്റ് ഇതാ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു പിക്ചർ വെച്ച് ജസ്റ്റ് അത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇവിടെ നോക്കിയേ, ഒരു മോട്ടർ ബോട്ട് ജസ്റ്റ് ഒന്നാലേക്ക് ഒരു ബോട്ട് ഉണ്ട്. ആ ബോട്ട് എന്ത് ചെയ്യാണ്? നമുക്കറിയാം, വെള്ളത്തിൽ ഒരു പുഴയിൽ ഒഴുകുകയാണെന്ന് വെച്ചോ. പുഴയിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഈ ഭാഗത്തേക്കാണെങ്കിൽ ആ ഒരു ബോട്ടിൻ്റെ 20 km സ്പീഡും ഉണ്ടാകും. കൂടെ തന്നെ ഒന്ന് സ്പീഡിൽ പോകില്ല, കാരണം വെള്ളം ഇങ്ങോട്ട് ഒഴുകുമ്പോൾ ഒന്നുകൂടെ ആ വെള്ളത്തിൻ്റെ സ്പീഡും കൂടി ഇതിനുണ്ടാകും അല്ലേ? ആ സ്ട്രീം, അതിനാണ് നമ്മളിവിടെ സ്ട്രീം എന്ന് പറയുന്നത് കേട്ടോ. സോ ആ സ്ട്രീമിൻ്റെ സ്പീഡും കൂടി ഇവിടെ ഉണ്ടാകും. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ബോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുന്ന് ഒഴുക്കിനെതിരെ പോകണ്ടേ? ഒഴുക്കിനെതിരെ പോകുമ്പോൾ ആ സ്പീഡൊന്ന് കുറയും. അഥവാ ഇവിടെ വെള്ളത്തിൻ്റെ സ്പീഡും കൂടെ ഉണ്ടായിരുന്നു, ഇവിടെ അതുണ്ടാവില്ല, ബോട്ടിൻ്റെ സ്വന്തം സ്പീഡിൽ വേണം പോകാനല്ലേ? സോ അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള ചേഞ്ചസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ ഇപ്പോൾ അങ്ങനെ പോകാനായിട്ട് അഥവാ ഇങ്ങോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ബോട്ട് ഈ സ്ഥലത്ത് നോക്കി, ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്ലേസ് എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ 5 മണിക്കൂർ കൊണ്ട് 5 ഹവേഴ്സിലൂടെ എത്തി. തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താകുന്നുണ്ട്? 6 ഹവേഴ്സ് എടുത്തു, 1 മണിക്കൂർ അധികം എടുക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ. ജസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്റ്റിൽ വാട്ടർ ടേക്സ് 1 hour more to go 48 km upstream. 48 കിലോമീറ്ററാണ് ഇവിടുന്ന് ദൂരം സഞ്ചരിച്ചിട്ടുള്ളത്. അതിൽ ഒഴുക്കിനെതിരെ നീന്തി പോകുമ്പോൾ ഒഴുക്കിൽ നീന്തി വരുന്നതിൻ്റെക്കാളും അതേ സെയിം സ്ഥലത്തേക്ക് സെയിം സ്പോട്ടിലേക്ക് എത്തുന്നതിന് 1 മണിക്കൂർ അധികം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊരു ചേഞ്ച് വന്നത്? ബോട്ടിൻ്റെ സ്പീഡിലൊരു വ്യത്യാസമില്ല, പക്ഷേ അവിടെ ഒന്നിൽ ഒഴുക്കിന് നേരെയായിട്ടാണ് പോയത്, മറ്റേത് ഒഴുക്കിനെതിരായിട്ടാണ് പോയത്. അപ്പോൾ ആ ഒഴുക്കിൻ്റെ ഒരു സ്പീഡ് ഉണ്ടല്ലോ, അതെന്താണ്? ആ വെള്ളത്തിൻ്റെ സ്പീഡ് എന്താണ്? അതാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. സോ അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ലെറ്റ് ദി സ്പീഡ് ഓഫ് സ്ട്രീമാണ് നമുക്ക് വേണ്ടത്. അറിയാത്ത കാര്യമാണല്ലോ, ഇതാണ് നമുക്ക് വേണ്ടത്. സോ അതിന് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ. സോ ഇപ്പോൾ ഇതിന് സ്ട്രീം എന്ന് പറയുന്നത് എന്താ? വെള്ളത്തിൻ്റെ സ്പീഡ്. അപ്പോൾ സ്പീഡിൽ പറയുന്നതുകൊണ്ട് നമ്മൾ km/h എടുക്കും. അടുത്തത് ബോട്ടിൻ്റെ സ്പീഡ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലൂടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 20 km/h എന്നുള്ളത് തന്നിട്ടുണ്ട്. അടുത്തതോ സ്പീഡ് ഓഫ് ദി ബോട്ട് ഡൗൺ സ്ട്രീമിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞു, ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വെള്ളത്തിൻ്റെ കൂടെ താഴേക്ക് ഇങ്ങനെ പോവാണ്, ഒഴുക്കിൻ്റെ കൂടെ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ സ്പീഡായ ഈ ഒരു സ്പീഡ് ഓഫ് സ്ട്രീം, ആ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതിൻ്റെ സ്പീഡും കൂടെ കൂടുതലുണ്ടാകും. ഇനി നേരെ തിരിച്ച് ഒഴുക്കിനെതിരെ അപ്സ്ട്രീമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ആ സ്പീഡ് കൂടെ ഉണ്ടാവില്ല. എന്ത് ചെയ്യണം? ബോട്ടിൻ്റെ സ്വന്തം സ്പീഡായ 20 മാത്രമല്ലേ 20 ഉണ്ടാകും. പിന്നെ ആ മറ്റേ സ്പീഡ് അവിടെ ഒഴുക്കിനെതിരായതുകൊണ്ട് അതവിടെ കുറയുന്നു. ഇതും നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്കിവിടെ തന്നിട്ടുള്ളൊരു ക്ലൂ ആണ് ഇവിടെ 1 hour more എന്ന് പറയുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹവർ ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ സ്പീഡ് ഉണ്ട് അല്ലേ? സ്പീഡ് ഉണ്ട്, ഇതാ ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്. മോർ ടു 48 km എന്ന് പറഞ്ഞാൽ എന്താ? ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ സ്പീഡ് എന്താണെന്ന് നമ്മളിതാ ഇവിടെ തന്നിട്ടുണ്ട്, ടൈമും നമുക്കുണ്ട്. സോ ഇത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്നുള്ള ഫോർമുലയാണ്. ബിക്കോസ് നമുക്ക് എന്താണ് അറിയുന്നത്? ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺ സ്ട്രീമിലാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് 20+x ആണ്. സോ ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് ടൈം നമ്മളിട്ടു. അടുത്തത് അപ്സ്ട്രീമിലാണെങ്കിലോ, അപ്സ്ട്രീമിൽ അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് രണ്ട് സ്ഥലത്തും 48 തന്നെയാണ്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ബോട്ടല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാ ഇവിടുന്ന് ബോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോവാണ്, തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതേ സ്ഥലത്ത് സെയിം ഡിസ്റ്റൻസിലാണെന്നാണ് പറഞ്ഞത്, സെയിം സ്പോട്ടിലേക്കാണ്. അപ്പോൾ ഡിസ്റ്റൻസ് രണ്ട് സ്ഥലത്തും 48 തന്നെയാണ്. സ്പീഡിൽ രണ്ടിലും ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ ഡൗൺ സ്ട്രീം അപ്പ് സ്ട്രീം എഴുതിയിട്ടുണ്ട്, അതുപോലെ എഴുതി. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ 6 മണിക്കൂർ എടുക്കുന്നുണ്ട്. സോ നമ്മൾ എന്താ ശരിക്കും ചെയ്യുന്നത്? അപ്പോൾ ശരിക്കും ഇവിടെയുള്ള ഈ 6 അപ്പ് സ്ട്രീമിൽ പോകുമ്പോൾ 6 ആണ്, ഡൗൺ സ്ട്രീമിൽ വരുമ്പോൾ 5 ആണ്. ഈ രണ്ട് ഡിഫറൻസും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എന്താണ് വരുന്നത്? 1 അല്ലേ? ഓക്കെ. സോ 1 hour ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിനേക്കാളും അപ്പ് സ്ട്രീമിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്?
1 മണിക്കൂർ അധികം എടുക്കുന്നുണ്ട്. സോ അവിടുത്തെ ടൈം 1 ആണ്. ഇത് നമ്മൾ നേരെ അങ്ങനെ എന്ത് ചെയ്യുന്നതാണ്, ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ ടൈമിൻ്റെ 2 സംഭവങ്ങൾ കൊണ്ടുവന്നില്ലേ, അത് 2 യൂസ് ചെയ്തിട്ട് ഈ 1 ഇവിടെ എടുക്കുന്ന രൂപത്തിൽ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതാ 48 ഡിവൈഡഡ് ബൈ 20 - 6 നമ്മൾ എടുത്തിട്ടുള്ള അപ്സ്ട്രീമിൻ്റെ ഫോർമുല മൈനസ്, അഥവാ നമ്മളിവിടെ അപ്സ്ട്രീമിന് നേരത്തെ മാം എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നത് 6 ആണ്. 6 - 5 = 1 എന്ന് തന്നു. ആ 6ൻ്റെ സ്ഥലത്തുള്ളതാണ് ഇത്. -5ൻ്റെ = 1 ഹവർ ടൈം. സോ ഇപ്പോൾ ഇത് നമുക്ക് അക്കോർഡിംഗ് ടു ദി ക്വസ്റ്റ്യൻ നമുക്കിത് ഒരു ഫോം ചെയ്തു. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ഒരു ഈക്വേഷൻ ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, ഈക്വേഷൻ ഓൾറെഡി ഈക്വേഷൻ ആണ്, ബട്ട് ഇതിൽ 2x വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ആയിട്ട് ഇത് ഫോം ആകും. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തഡിലേക്ക് ഇതിനെ മാറ്റണം അല്ലേ. നമ്മൾ 4th ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ആ ഒരു ചാപ്റ്റർ തന്നെയാണിത്. സോ അതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് എക്സസൈസിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതുപോലുള്ളതിന് എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ആക്കി മാറ്റുക എന്നുള്ളത്. സോ അത് തന്നെ നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് 48നെ ഇവിടെ എടുത്തു. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഇതിനൊരു ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്തു, 48നെ ഇവിടെ വെളിയിലെടുത്തിട്ട് മാം എന്ത് ചെയ്തു, ജസ്റ്റ് സോ ഇവിടുത്തെ 2 48 വന്നു. 1/20 - 6 ഇവിടെയും ഇതുപോലെ ഉണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് 48നെ ട്രാൻസ്പോസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതിൽ രണ്ടിലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഫ്രാക്ഷനാണ്, മൈനസ് ഉണ്ട്, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ മേ ബി നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഒരു 1/3 - 1/2 എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അവിടെ LCM എടുക്കാൻ 3 × 2 ദാറ്റ് ഇസ് 6 എന്നെടുക്കും അല്ലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 3 × 2 അത് ചെയ്ത പോലെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുക, നമ്മൾ ഇവിടെയാണെങ്കിൽ എന്താ ചെയ്യുക, ഇവിടെ 6 ആവണമെന്നുണ്ടെങ്കിൽ 2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെയും 2 ആകും. ഇവിടെ 6 ആവണമെന്നുണ്ടെങ്കിൽ 3ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യും, 3ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അതേ കാര്യമാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇപ്പോൾ ഇവിടെ 20 - 6 ഇത് അടിയിലുള്ള സംഭവം എടുക്കുക. ഇതിൽ 20 - 6 ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ ഇവിടെ 20 + 6 മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തത് ഇവിടെയാണെങ്കിലോ ഇവിടെ 20 + 6 ഓൾറെഡി ഉണ്ട്. ഇനി ബാക്കിയുള്ള 20 - 6നെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടി. ഇപ്പോൾ ഈ മൈനസിനെ എടുത്ത് ഉള്ളിലേക്ക് ഇടുന്നു. സോ ഇവിടെ 20 മൈനസും പ്ലസും ആയിട്ട് ക്യാൻസലായി. ബാലൻസ് 2x ഡിവൈഡഡ് ബൈ 20. ഇവിടെ നോക്കിയാൽ ഇവിടെ ജസ്റ്റ് ഏത് ഫോർമുലയിലാണ് ഉള്ളതെന്ന് നോക്കിയാൽ a - b × a + b ദാറ്റ് ഇസ് a² - b² എന്നുള്ള ഫോർമുലയിൽ വന്നല്ലേ. സോ a² - b² എന്നുള്ള ഫോർമുല നമ്മൾ മാറ്റിയതാണ്. ഇവിടെ 20², a is 20 ആൻഡ് b is x. സോ ഫോർമുല യൂസ് ചെയ്തു, കറക്റ്റ് നമ്മൾ കൊണ്ടുവന്നു. നെക്സ്റ്റ് ഇവിടെ നിന്ന് 48ന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടുന്ന് ഇതിനെ എങ്ങോട്ടും കൊണ്ടുവന്നു, ഇവിടുന്ന് ഇതിനെ എങ്ങോട്ടും കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടി. എന്നിട്ട് വീണ്ടും ഇതിനെന്ത് ചെയ്തു, നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് x², അടുത്തത് x, അടുത്തത് കോൺസ്റ്റൻറ്റ് ടേം, ആ ഒരു ടേമിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവന്നു. സോ -x², ഈ x²നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ +x² ആയി. 96x ഇവിടെ തന്നെയുണ്ട്. 400നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ -400 ആയി. സൈൻസ് രണ്ടും ചേഞ്ച് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഇതാ ഇപ്പോൾ 400ഉം 96ഉം ആണ്. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണ്. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് 100x - 4x. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ 100 × 4 is 400. മൈനസ് കറക്റ്റാണ്, പ്ലസിൻ്റെ മൈനസ്. അടുത്തത് 100 - 4 ദാറ്റ് ഇസ് 96 + 96, അതും കറക്റ്റാണ് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് 2 ഫാക്ടേഴ്സ് കിട്ടി, x + 100ഉം x - 100ഉം. സോ ഇപ്പോൾ ഇവിടെ നമ്മളിത് ഈക്വേറ്റ് ചെയ്യുമ്പോൾ x is equal to -100ഉം ഇവിടെ x is equal to 4ഉം കിട്ടും. അപ്പോൾ നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂവിൽ വരില്ല അല്ലേ. സ്പീഡ് എപ്പോഴും പ്ലസ് ആയിട്ട് പറയാൻ, ഒരു നെഗറ്റീവിൽ സ്പീഡ് പോവില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു 100 എന്നുള്ളതിനെ നെഗ്ലക്റ്റ് ചെയ്യുക. ബാലൻസ് ഉള്ള x is equal to 4 km/h. ദാറ്റ് ഇസ് ദി സ്പീഡ് ഓഫ് അവർ സ്ട്രീം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.